വെൽക്കം ടു ടെക് പി എസ് സി. നമ്മളെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ 2025 ജൂലൈ 28 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇത് ആൽഫ കോഡ് എ ആണ്. ഇതിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ സിസ്റ്റം അനലിസ്റ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൽഫ കോഡ് എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ 1, a decoder circuit with an enable input can also work as a. നമുക്കറിയാം ഡിജിറ്റലിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ഡീകോഡർ വിത്ത് ആൻ എനേബിൾ ഇൻപുട്ട് can also work as. എനേബിൾ ഇൻപുട്ട് to also work as. അതിനകത്ത് ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മൾട്ടിപ്ലെക്സർ ഉണ്ട്, ദെൻ അതുപോലെ ഡി മൾട്ടിപ്ലെക്സർ ഉണ്ട്, ഡി മൾട്ടിപ്ലെക്സർ ഉണ്ട്, എൻകോഡർ ഉണ്ട് അല്ലെ, എൻകോഡർ ഉണ്ട്, അതുപോലെ ഡീകോഡർ ഉണ്ട്, നൺ ഓഫ് ദി അബോവ് ഉണ്ട്. ഓക്കെ, മൾട്ടിപ്ലെക്സർ, ഡി മൾട്ടിപ്ലെക്സർ, എൻകോഡർ, നൺ ഓഫ് ദി അബോവ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം മൾട്ടിപ്ലെക്സർ, ഡി മൾട്ടിപ്ലെക്സർ ഒക്കെ അറിയാം. മൾട്ടിപ്ലെക്സർ മക്സ് എന്താണ്? മക്സ് വൺ ഓഫ് മെനി ഇൻപുട്ട് സിഗ്നൽ ഫോർവേഡ് ഇൻടു സിംഗിൾ ഔട്ട്പുട്ടാണ്. അതായത് മൾട്ടിപ്പിൾ ഇൻപുട്ടിനെ സിംഗിൾ ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്യും? പ്രോസസ് ചെയ്യും. അതാണ് മക്സ്, മൾട്ടിപ്ലെക്സർ എന്ന് പറയും. അപ്പൊ ഡി മക്സ് ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്, മെനി ഇൻപുട്ട് ടു വൺ ഔട്ട്പുട്ട്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ദെൻ എൻകോഡർ കൺവേർട്ട് ആക്റ്റീവ് ഇൻപുട്ട് സിഗ്നൽ ഇൻടു എ ബൈനറി കോഡ്. ആക്റ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽസ് ഏതും ആവട്ടെ, ദെൻ അത് കൺവേർട്ട് ടു ബൈനറി കോഡാണ്. അതായത് സീറോസ് ആൻഡ് വൺസിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ decoder circuit with an enable input can also work as. മക്സ്, ഡി മക്സ്, എൻകോഡർ ഓക്കെ അല്ലേ? അപ്പൊ നൺ ഓഫ് ദി എബോവ് ഉണ്ട്, മൾട്ടിപ്ലെക്സർ, ഡി മൾട്ടിപ്ലെക്സർ, എൻകോഡർ ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? നമുക്കറിയാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഇലക്ട്രോണിക്സിനകത്ത് ഈ സർക്യൂട്ടിലെ എനേബിൾ ഇൻപുട്ട് ക്യാൻ വർക്ക് വരുന്നത് ഡി മക്സിലാണ് കേട്ടോ, ഡി മക്സ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി മക്സ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ, നമ്പർ കൺവേർഷൻ എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ആണ്. നമ്പർ കൺവേർഷൻ, ഹെക്സാഡെസിമൽ നമ്പർ, ദ ഹെക്സാഡെസിമൽ നമ്പർ 23.6 ഡെസിമൽ നമ്പർ ആയിട്ട് ഹെക്സാഡെസിമൽ തന്നിട്ടുണ്ട്. ഇക്വലൻ ടു ഇവിടെ തന്നിരിക്കുന്ന നോക്ക് നമുക്ക് മനസ്സിലാവും, ഡെസിമലാ. ഇക്വലൻ ടു ഡെസിമൽ ആണ് ബേസ് വന്നിരിക്കുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട് 23.6. ദെൻ കൺവേർട്ടഡ് ആയിട്ടുള്ള ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലുള്ള ഡെസിമൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെസിമൽ, ആ ബേസ് നോക്കി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഡെസിമൽ, ഹെക്സാഡെസിമലിന്റെ ബേസ് അറിയാമല്ലോ. ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ 16 ആണ്. ബൈനറിയുടെ സീറോസ് ആൻഡ് വൺസ്, അതായത് 2 ആണ് ബൈനറിയുടെ ബേസ്. ഒക്ടലർ എന്ന് പറയുമ്പോൾ 8 ആണ്. ദെൻ ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ 16 ആണ്. ദെൻ അതുപോലെ ഡെസിമൽ എന്ന് പറയുമ്പോഴത്തേക്ക് 10 ആണ്. അപ്പൊ ഇവിടെ ഡെസിമൽ ഇക്വലന്റ് ആയിട്ടുള്ള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെസിമൽ ഇക്വലന്റ് ആയിട്ടുള്ളത് ഏതാണ്? നമുക്കറിയാം സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് നോക്കണം അല്ലെ. സ്റ്റെപ്പ് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ ഓപ്ഷൻ സി ആണ്. എങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അല്ലെ, ഓപ്ഷൻ സി. അത് നമ്മൾ കൺവേർഷൻ ചെയ്യണം. നമുക്കറിയാം പ്ലേസ് വാല്യൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ കൺവേർഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, പ്ലേസ് വാല്യൂ കേട്ടോ. അതായത് 30 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 23.6 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. 23.6 ഹെക്സാഡെസിമൽ ആയതുകൊണ്ടാണ് എ തന്നിരിക്കുന്നത് കേട്ടോ. എയുടെ ബേസിൽ ഹെക്സാഡെസിമൽ വെച്ച് നമ്മൾ കൊടുക്കുക. ദെൻ ഇവിടെ നോക്കി 2 ഇൻറ്റു നമ്മുടെ പ്ലേസ് വാല്യൂ വെച്ചിട്ടാണ് പവർ ചെയ്തിരിക്കുന്നത്. പ്ലേസ് വാല്യൂ 2 ഇൻറ്റു 16 പവർ 1. അതായത് ഈ പൊസിഷൻ നമ്മൾ 1 എന്ന് പറയും, ഈ പൊസിഷൻ നമ്മൾ 0 എന്ന് പറയും ആണല്ലോ. 0 പൊസിഷൻ, 1 പൊസിഷൻ. നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് കഴിഞ്ഞ് വരുന്ന പൊസിഷനെ നമ്മൾ എന്ത് പറയും? -1 എന്ന് പറയും. ഈ പൊസിഷനെ -2 എന്നാ പറയാം. എ ആയതുകൊണ്ട് നമ്മളത് എങ്ങനെ എടുക്കും എന്നറിയോ? 10 ആയിട്ട് എടുക്കുക. 10 ഇൻറ്റു 16 പവർ -2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വാല്യൂ കിട്ടും. ഇതാണ് കൺവേർഷൻ. പവർ പൊസിഷൻ എടുക്കുക. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് ഡെസിമൽ നമ്പറും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, ഇല്ല എങ്കിൽ ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പറും ക്വസ്റ്റ്യൻ വരും. പോയിന്റ് ഇല്ലാത്ത നമ്പറാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ 2, 3, 6, AB ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് വന്നേക്കുന്നതെങ്കിൽ ഈ ഓരോ പൊസിഷനെ നമ്മൾ എടുക്കുക. അതായത് ഇതെന്താണ്? 0 പൊസിഷൻ ആണ്. ദെൻ ഇത് -1 ആണ്. ഈ പൊസിഷൻ വരുമ്പോൾ പ്ലേസ് വാല്യൂ -2, 0, 1, 0,
1 -2 ആണെങ്കിൽ പോയിന്റ് ആണ്. 0 1 ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. ഇതാണ് പ്ലേസ് വാല്യൂ. അപ്പൊ ഇവിടെ v എന്ന് പറയുമ്പോൾ 11 ആണ്. 11 ഇൻറ്റു നമ്മുടെ പവർ ഏതാണ് 16 അല്ലെ, ഹെക്സാഡെസിമലിന്റെ പവർ 0 പ്ലസ് അടുത്ത നമ്പർ a എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ഇൻറ്റു 16 പവർ 1 ഇങ്ങനെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ. ഇതെങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിൽ വരാം, ഏത് നമ്പർ കൺവേർഷൻ വേണമെങ്കിലും ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, the sign magnitude and 2's complement representation of -114. രണ്ട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമും ചോദിച്ചിട്ടുണ്ട്, 2's കോംപ്ലിമെന്റും ചോദിച്ചിട്ടുണ്ട്. 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ നമുക്കറിയാം, 1's കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് ഒക്കെ അറിയാമല്ലോ അല്ലെ. അപ്പൊ സൈൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് -114 എങ്ങനെ ചെയ്യും? -114 ഇത് ചെയ്ത് നോക്കേണ്ട സ്റ്റെപ്പാണ്. നമുക്കറിയാം MSP ലീസ്റ്റ് സിഗ്നിഫൈ LSP ഒക്കെ നോക്കിയിട്ട് നമുക്ക് ബിറ്റ് കൊടുത്ത് ചെയ്യാം. അപ്പൊ ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഫസ്റ്റ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. 1 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ അതിന്റെ സൊല്യൂഷൻ നോക്കിയേ. ഈ +114ന്റെ ബൈനറി നമ്മൾ ആദ്യം എഴുതുക. +114ന്റെ ബൈനറി കിടപ്പുണ്ട്, നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഈ 8 ഇങ്ങനെ എഴുതാം, 8 4 2 1 16 32 ദെൻ ഏതാ 64 128 ഇങ്ങനെ നമുക്ക് കൊടുക്കാം. 128. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് വരുന്ന 1 പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന ബൈനറിയാണ്, അറിയാലോ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതങ്ങനെ കിട്ടുന്ന ബൈനറിയാണ് 0 1 1 1 0 0 1 0. ഇത് +114ന്റെ ബൈനറിയാണ്, +114. ഇനി സൈൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് -114 എന്ന് പറയുമ്പോൾ ഇതിലെ MSP നോക്കാം. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് നമ്മൾ നെഗറ്റീവ്, കാരണം 1 ആണെങ്കിൽ പോസിറ്റീവ് ആണ് വരുന്നെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ട് കൊടുക്കും. പോസിറ്റീവ് ക്വസ്റ്റ്യനിലെ നെഗറ്റീവ് ആണ് നമ്പർ സംഖ്യ വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, പോസിറ്റീവ് ആക്കുക. അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുക. അപ്പൊ ഇവിടെ MSP 1 നെഗറ്റീവ് ആയതുകൊണ്ട് MSP 1 കൊടുത്തു. നെഗറ്റീവ് ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യനിലെ -114 ഇസ് എ നെഗറ്റീവ് നമ്പർ. അതുകൊണ്ട് MSP ബിറ്റ് എന്ന് പറയുമ്പോൾ 1 ആയിട്ട് നമ്മൾ കൊടുത്തു. ഇവിടെ കേട്ടോ, 1 നമ്മൾ കൊടുത്തു, ഒരു 1 ഇട്ടു, 0 മാറി 1 കൊടുത്തു. 1 1 4 1 ആയി. നേരത്തെ 3 1 ആയിരുന്നു, ഇപ്പോൾ 4 1 ആയി. ദെൻ അപ്പൊ ഇതാണ് ആദ്യത്തെ ആൻസർ. ഏതാ? സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ഓഫ് -114. സിമ്പിൾ ആണ്. 114ന്റെ +114ന്റെ ബൈനറി എഴുതുക, മൈനസ് ആണ് തന്നിരിക്കുന്നെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനെ 1 ആക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് കിട്ടും. ഇത് ഓപ്ഷൻ എയിലുണ്ട് കണ്ടോ. ഇനി രണ്ടാമത്തെ നോക്കി, 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് -114. 2's കോംപ്ലിമെന്റ് എടുക്കാൻ നമുക്കറിയാം, 1's കോംപ്ലിമെന്റ് എടുക്കുക. ഫസ്റ്റ് 114ന്റെ ബൈനറി എഴുതുക, 1's കോംപ്ലിമെന്റ് എഴുതുക, ദെൻ 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നമ്മളെ ആൻഡ് അഡീഷൻ ഓപ്പറേഷൻ ആണ് കേട്ടോ. ബൈനറി അഡീഷൻ ഓപ്പറേറ്ററിലാണ് യൂസ് ചെയ്യുക. ബൈനറി അഡീഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് 1 ആഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? Okay, next question, question 4. Average cache memory access time is measured using the formula. Operating system. Operating system എന്ന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ആവറേജ് ക്യാച്ച് മെമ്മറി അറിയാലോ, ഹൈ സ്പീഡ് മെമ്മറി, ക്വിക്ക് ആക്സസ് ആൻഡ് ഡാറ്റ ട്രാൻസ്ഫർ. ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാച്ച് മെമ്മറി അല്ലെ. ആക്സസ് ടൈം ഈസ് മെഷേർഡ് യൂസിങ് ദ ഫോർമുല. ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മിസ് ഇൻറ്റു മിസ് പെനാലിറ്റി. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെ. സെക്കൻഡ് ഓപ്ഷൻ ഏതായിരുന്നു? ഹിറ്റ് ടൈം പ്ലസ് മിറ്റ് റേറ്റ് ഇൻറ്റു മിസ് പെനാലിറ്റി അല്ലെ. മൂന്നാമത്തെ നോക്കി, ഹിറ്റ് ടൈം പ്ലസ് മിസ് പെനാലിറ്റി, ഹിസ് റേറ്റ് ഇൻറ്റു മിസ് ടൈം ഇൻറ്റു മിസ് പെനാലിറ്റി. ഓക്കെ, ഏതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ വേറെ ഒന്നും ഡൗട്ട് ഇല്ല അല്ലെ. ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആൻസർ അല്ലെ. ആവറേജ് ക്യാച്ച് മെമ്മറി ആക്സസ് ടൈം ഈസ് മെഷേർഡ് യൂസിങ് ദ ഫോർമുല. ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആൻസർ അല്ലെ, ഓപ്ഷൻ ബി. ഇനി അതിൽ 1-2 കാര്യങ്ങൾ നോക്കി. ഇതില് ഈ ഹിറ്റ് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് ടൈം ടു ആക്സസ് ഡാറ്റ ഫ്രം ക്യാച്ച് വെൻ ഇറ്റ് ഇസ് പ്രസന്റ്. ഓർത്തിരിക്കുക, ഇതൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാം. ദെൻ മിസ് റേറ്റ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് മെമ്മറി ആക്സസ് നോട്ട് ഫൗണ്ട് ഇൻ ക്യാച്ച് അല്ലെ, ക്യാച്ച് ഫൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ്. ദെൻ മിസ് പെനാലിറ്റി, എക്സ്ട്രാ ടൈം റിക്വയർഡ് ടു ഫെച്ച് ദ ഡാറ്റ ഫ്രം മെയിൻ മെമ്മറി ആഫ്റ്റർ മിസ്. ആഫ്റ്റർ മിസ്സിന് ശേഷം എക്സ്ട്രാ ടൈം വേണ്ടി വരുന്നില്ലേ, ഡാറ്റ എടുക്കാനായിട്ട് വരുന്ന എക്സ്ട്രാ ടൈമിനെയാണ് നമ്മൾ പെനാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഹിറ്റ് ടൈം, മിസ് റേറ്റ്, മിസ് പെനാലിറ്റി ഓർത്ത് വെച്ച് വെക്കാം ഈ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ദ ബിറ്റ് associated with the catch block, operating system question, associated with the catch block that signifies that the catch block is modified is called bit. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിലെ ഇതൊക്കെ ഓർത്ത് വെച്ച് കുറേ ബിറ്റ് നമ്മൾ ഓയിസിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫ്ലാഗ് ബിറ്റ്, സ്റ്റാറ്റസ് ബിറ്റ്, ഡേർട്ടി ബിറ്റ്, റെഫറൻസ് ബിറ്റ്. ഇതിനൊന്നും ഏതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം, എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ബിറ്റ് ഇന്ന് കറക്റ്റ്, അപ്പോൾ അത് കറക്റ്റ് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, ഫ്ലാഗ് ബിറ്റ് ഉണ്ട്, ദെൻ സ്റ്റാറ്റസ് ബിറ്റ് ഉണ്ട്, ഡേർട്ടി ബിറ്റ് ഉണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഡേർട്ടി ബിറ്റ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആയിരുന്നു ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കി. ഈ ഫ്ലാഗ് ബിറ്റും സ്റ്റാറ്റസ് ബിറ്റും ഡേർട്ടി ബിറ്റും റെഫറൻസ് ബിറ്റും 4 ബിറ്റ് ഉണ്ട്. എന്താണ് ഈ ഫ്ലാഗ് ബിറ്റ്? The flag bit is a general term of any bit used to indicate the condition or state. ഓർത്തിരിക്കുക ഈ ഡെഫിനിഷൻ ഒക്കെ. A flag bit is general term for any bit used to indicate the condition or state. അതായത് നമ്മൾ ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഓഫ്, ഓൺ ഇങ്ങനെ പറയുന്ന ഒരു കണ്ടീഷനാണ് ഫ്ലാഗ് ബിറ്റ് എന്ന് മീനിങ് വരിക. ഓക്കെ, ഇനി സ്റ്റാറ്റസ് ബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ട് സ്റ്റേറ്റ്, ഒരു സിസ്റ്റത്തെ ഓർ ഓപ്പറേഷന്റെ കറണ്ട് സ്റ്റേറ്റ്. സ്റ്റാറ്റസ് ബിറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കറണ്ട് സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ആണ്. Dirty bit is used to catch memory and virtual memory. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഡേർട്ടി ബിറ്റ്സ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഡേർട്ടി ബിറ്റ് 1 ആണെങ്കിൽ ഡാറ്റ ഈസ് മോഡിഫൈഡ്. ഡേർട്ടി ബിറ്റ് 0 ആണെങ്കിൽ നോട്ട് മോഡിഫൈഡ്. പഠിക്കാൻ എളുപ്പം. 0 ആണെങ്കിൽ നോട്ട് മോഡിഫൈഡ്, 1 ആണെങ്കിൽ ഡാറ്റ ഈസ് മോഡിഫൈഡ്. ഇനി റെഫറൻസ് ബിറ്റ് മീൻസ് റെഫറൻസ് ബിറ്റ് ടെൽസ് വെദർ എ മെമ്മറി ബ്ലോക്ക് ഓർ പേജ് റീസെന്റ് ആക്സസ്ഡ്. അല്ലെ, റീസെന്റ് ആക്സസ്. റെഫറൻസ് നമ്മൾ വേണ്ടി നോക്കി എന്നുള്ള മീനിങ്. അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. ഈ ബിറ്റ് റെഫറൻസ് ബിറ്റ് 1 ആണെങ്കിൽ റീസെന്റ് യൂസ്ഡ്, ദെൻ റെഫറൻസ് ബിറ്റ് 0 ആണെങ്കിൽ നോട്ട് റീസെന്റ് യൂസ്ഡ്. ഓക്കെ, അപ്പൊ 1ഉം 0യും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കാം ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ ഡേർട്ടി ബിറ്റ് ആണ് കേട്ടോ. സിഗ്നിഫിക്കൻസ് മോഡിഫൈ വരുന്നത് ഡേർട്ടി ബിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രോസസർ രജിസ്റ്റേഴ്സ് ഹൈ സ്പീഡ് ഇൻ മെമ്മറി? അറിയാലോ, ക്യാച്ചിന് മുമ്പ് വരുന്ന രജിസ്റ്റർ കഴിഞ്ഞാൽ ക്യാച്ചാ, പിന്നെയാണ് മെയിൻ മെമ്മറിയിലേക്ക് പോവുക. രജിസ്റ്റേഴ്സ് ഫെസിലിറ്റേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസർ ആൻഡ് ദ മെമ്മറി. ഇവിടെ ഒരുപാട് രജിസ്റ്റർ നമുക്കുണ്ട്. പി സി പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, MIR മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, പ്രോഗ്രാം കൗണ്ടർ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്. ഏതായിരുന്നു ഇതിൽ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ് കറക്റ്റ് ആൻസർ. പറഞ്ഞു തരാം എങ്ങനെയാ വന്നതെന്ന് നോക്കി. അതായത് നമുക്കറിയാം ഈ അഡ്രസ് രജിസ്റ്റേഴ്സ്, ഒരുപാട് രജിസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. AC അക്യുമുലേറ്റർ, PC, MIR, MDR അല്ലെ, ഇങ്ങനെ IR, ഇങ്ങനെ ഒരുപാട് രജിസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ദ മെമ്മറി അഡ്രസ്, ഈ MIR ദ മെമ്മറി അഡ്രസ് രജിസ്റ്റർ പ്രോസസർ രജിസ്റ്റർ ദാറ്റ് ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ CPU ആൻഡ് മെമ്മറി. ഓർത്ത് വെച്ചേക്കാം, MIR മെമ്മറി അഡ്രസ് രജിസ്റ്റർ ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ CPU ആൻഡ് മെമ്മറി. ഇനി ഈ MIRന്റെ വേറൊരു 1-2 റോളുണ്ട്. കാരണം ആ വേർഡിൽ തന്നെയുണ്ട് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അപ്പൊ ഇറ്റ് സ്റ്റോർ ദ അഡ്രസ് ഓഫ് ദി ലൊക്കേഷൻ, റീഡ്, റൈറ്റ്, ദെൻ എനേബിൾ മെമ്മറി സെല്ലൊക്കെ എനേബിൾ ചെയ്യുന്നുണ്ട്. സെലക്ട് ദ കറക്റ്റ് മെമ്മറി സെൽ എനേബിൾ. ഇനി എന്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ PC ഹോൾഡ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. PC പ്രോഗ്രാം കൗണ്ടർ അടുത്ത ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും, ഡീകോഡിലേക്ക് വിടും, എക്സിക്യൂട്ടിലേക്ക് അങ്ങനെ പോയി റൈറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ടൈമിൽ അടുത്ത ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്യുന്നതാണ് PC പ്രോഗ്രാം കൗണ്ടർ. ഇതിനിടയിൽ ഒരു പ്രോസസ് ഉണ്ട്, ഓർത്തിരിക്കുക. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് എന്ന നമ്മൾ ഇതിനു മുമ്പ് ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട്. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ്. നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫെച്ച് ചെയ്യും, ദെൻ അത് ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, റൈറ്റ് ചെയ്യും, അതായത് സേവ് ചെയ്യും. ഓക്കെ, അപ്പൊ PC ഹോൾഡ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ദെൻ നെക്സ്റ്റ് IR ആ വേർഡിൽ തന്നെ മീനിങ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഹോൾഡ് ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ ബി എക്സിക്യൂട്ട്. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കറണ്ട് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. ഇനി PC എന്ന് പറയുമ്പോൾ പ്രോഗ്രാം കൗണ്ടർ നമ്മൾ നോക്കി. MIR only MIR ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് അഡ്രസ് ടു മെമ്മറി. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ സി. ഏതായിരുന്നു ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അത് MIR ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Then handling interrupt from multiple devices, which among the following method is
easy to implement. When handling interrupt from multiple devices, which among the following method is easy to implement? നമ്മൾ ഒരുപാട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് ടെക്നിക് കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇന്ററപ്റ്റ്, പോളിംഗ്, വെക്റ്റർ ഇന്ററപ്റ്റ്, അതുപോലെ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്, സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്, പ്രിയോറിറ്റി സ്കീം കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി, ഈ ഹാൻഡിലിംഗ് ഇന്ററപ്റ്റ് ഇതിലേതാ? ഫ്രം മൾട്ടിപ്പിൾ ഡിവൈസസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതാ? താഴെ കൊടുത്തിരിക്കുന്നത് അത് മെത്തഡ് ഈസ് ഈസി ടു ഇംപ്ലിമെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാ? ഇന്ററപ്റ്റ് നെക്സ്റ്റിംഗ്, പോളിംഗ്, പ്രിയോറിറ്റി സ്കീം ഉണ്ട്, വെക്റ്റർ ഇന്ററപ്റ്റ് ഉണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ പോളിംഗ് ആണ്. CPU എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പ്രോസസ്സറിനെ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസിനൊക്കെ CPU ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് റിക്കവർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഈ പോളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പോളിംഗ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പോളിംഗ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നോക്കി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കി. ഇന്ററപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അലോ ഹയർ പ്രിയോറിറ്റി ഇന്ററപ്റ്റ് ടു ഇന്ററപ്റ്റ് എ ലോവർ പ്രിയോറിറ്റി. കണ്ടോ? അതായത് ഈ ഇന്ററപ്റ്റ് നെക്സ്റ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹയർ പ്രിയോറിറ്റി ഇന്ററപ്റ്റിൽ നിന്ന് ലോവറിലേക്ക് പോകുന്ന അലോ ചെയ്യുന്ന. ഇനി പോളിംഗ് എന്ന് പറയുന്നത് ഇസ് എ മെത്തേഡ് CPU continuously check device to see if any interrupt has occurred. എന്തെങ്കിലും ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് CPU ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് CPU കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യും. എന്താണ് നമ്മുടെ പെൻഡ്രൈവ് വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ റാമിന്റെ വർക്കിംഗ് ആണോ, മെമ്മറി ഒക്കെ വർക്കിംഗ് ആണോ, അതുപോലെ നമ്മുടെ മൗസ് കീബോർഡ് ഒക്കെ വർക്കിംഗ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഇസ് പോളിംഗ് കോൺസെപ്റ്റാണ്. പ്രിയോറിറ്റി സ്കീം എന്ന് പറയുന്നത് ഡിസൈഡ് വിച്ച് ഇന്ററപ്റ്റ് ഈസ് സർവീസ്ഡ് ഫസ്റ്റ് വെൻ മൾട്ടിപ്പിൾ ഇന്ററപ്റ്റ് ക്യാൻ occur സെയിം ടൈമിൽ മൾട്ടിപ്പിൾ ഇന്ററപ്റ്റ്. ഇനി വെക്ടേർഡോ, അഡ്രസ് ഓഫ് ദി ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിംഗ് ISR പ്രൊവൈഡ് ഓട്ടോമാറ്റിക്കലി. അതായത് ഈ CPU ഡയറക്ട്ലി ജമ്പ് ടു ദ കറക്റ്റ് ISR ലൊക്കേഷൻ, അതായത് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിംഗ് ലൊക്കേഷൻസ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ പോളിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ദ ഇന്ററപ്റ്റ് ഹാൻഡിലിംഗ് മെക്കാനിസം. ഇതേ മോഡൽ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏത് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം വേർ ദ ഡിവൈസ് requesting the service identifies itself to the processor is called. ഏതാ? ചെയിനിങ് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഡെയ്സി ചെയിനിങ്, പോളിംഗ് ഉണ്ട്, വെക്റ്റേർഡ് ഇന്ററപ്റ്റ് ഉണ്ട്, ഇന്ററപ്റ്റ് നെക്സ്റ്റിംഗ് ഉണ്ട്. നമ്മൾ കുറെ ഡെഫിനിഷൻ നമ്മളിപ്പോൾ നോക്കിയായിരുന്നു അല്ലെ. ഡെയ്സി ചെയിനിങ് ഉണ്ട്, പോളിംഗ്, വെക്റ്റേർഡ് ഇന്ററപ്റ്റ് ആൻഡ് ഇന്ററപ്റ്റ് നെക്സ്റ്റിംഗ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്നാൽ വെക്റ്റേർഡ് ഇന്ററപ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു മെക്കാനിസം, സർവീസ് ഇറ്റ് സെൽഫ് പ്രോസസർ അല്ലെ. വെക്റ്റേർഡ് ഇന്ററപ്റ്റ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. വെക്റ്റേർഡ് ഇന്ററപ്റ്റ് ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെ വന്നാൽ നോക്കിയേ. വെക്റ്റേർഡ് ഇന്ററപ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. നോക്കി, ഈ ഡെയ്സി ചെയിനിങ് എന്ന് പറയുമ്പോൾ ഡെയ്സി ചെയിനിങ്ങിന്റെ മെത്തേഡാണ്. അത് എന്ത് മെത്തേഡെന്ന് അറിയോ? ഈ ഗിവിങ് പ്രിയോറിറ്റി ടു ഡിവൈസ് കണക്റ്റഡ് സീരീസ്. നമ്മൾ കണക്ട് ചെയ്യുന്ന സീരീസിനനുസരിച്ച് പ്രിയോറിറ്റി നോക്കുന്ന അല്ലെങ്കിൽ പ്രിയോറിറ്റി കൊടുക്കുന്നതാണ് ഏതാ? ഡെയ്സി ചെയിനിങ്. അപ്പൊ അതിൽ വേറൊരു കാര്യമുള്ളത്, മൾട്ടിപ്പിൾ ഡിവൈസ് ആർ കണക്റ്റഡ് വൺ ആഫ്റ്റർ അനദർ അല്ലെ. വൺ ആഫ്റ്റർ അനദർ ആയിട്ട് മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്യും. ഏതിലാ? ചെയിനിങ് ആണ് അത്. ഡെയ്സി ചെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് വൺ ആഫ്റ്റർ കണക്ട് ചെയ്യും. ദെൻ പോളിംഗോ, പോളിംഗ് ഇസ് എ മെത്തേഡ് നമ്മൾ ആൾറെഡി നോക്കി. CPU റിപ്പീറ്റ്ലി ചെക്ക് ദ ഡിവൈസ് ഇഫ് ദേ ആർ ജനറേറ്റഡ് ഇന്ററപ്റ്റ്. അതായത് ഡു യു നീഡ് സർവീസ്, ഡു യു നീഡ് മൗസ്, ഡു യു നീഡ് പെൻ ഡ്രൈവ്, അല്ലെങ്കിൽ അതർ മെമ്മറി ഡിവൈസസ്, അല്ലെങ്കിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രോസസ് ആണ് പോളിംഗ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ വെക്റ്റേർഡ് ഇന്ററപ്റ്റ്. ഓക്കെ, റിക്വസ്റ്റിംഗ് ദ സർവീസ് ഐഡന്റിഫൈ ഇറ്റ് സെൽഫ് ദ പ്രോസസർ. ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം ആണ് വെക്റ്റേർഡ് ഇന്ററപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഷെഡ്യൂളിംഗ് CPU പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ചോദിച്ച ക്വസ്റ്റ്യൻ. പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം കണ്ടോ? Which among the following page replacement algorithm suffers from Ballard's anomaly? ഇവിടെ ഏതൊക്കെ അൽഗോരിതം ഉണ്ടോ നോക്കി. എല്ലാറിയും ലീസ്റ്റ് റീസൺലി യൂസ്ഡ് ഉണ്ട്, ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ഉണ്ട്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഉണ്ട്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഉണ്ട്, എല്ലാറിയും ഉണ്ട്, FIFO ഉണ്ട്. അപ്പോൾ
ബെലഡീസ് പ്രിൻസിപ്പൽ അനോമലി ബേസ് ചെയ്ത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ലാസ്റ്റ് ആണ്, അതായത് ഡി ആണ് കറക്റ്റ്, സോറി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അത് മാത്രമേ ഉള്ളൂ, എല്ലാവരും വരില്ല. ഇവിടെ FIF കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ കൂടെ എല്ലാവരും ഉള്ളത് കൊണ്ട് അത് വരില്ല. FIF കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നോക്കി, എല്ലാവരും എന്ന് പറയുന്നത് നമുക്കറിയാം ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് ആണ്. അവിടെ നടക്കുന്നത് ഈ റീപ്ലേസ് ദ പേജ് ദാറ്റ് ഹാസ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദ ലോങ്സ്റ്റ് ടൈം. റീസെന്റ് ആയിട്ട് വന്നത്, അതായത് ഒരുപാട് നേരം അത് യൂസ് ചെയ്യാറില്ല, ആ ഒരു പേജ് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്ത് റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കും. ദെൻ ഒപ്റ്റിമൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പേജ് വിൽ നോട്ട് ബി യൂസ്ഡ് ഫോർ ദ ലോങ്സ്റ്റ് ടൈം ഇൻ ഫീച്ചേഴ്സ്. കേട്ടോ, ആ ഒരു വേർഡ് ഓർക്കുക, രണ്ടും ഉണ്ട്, യൂസ്ഡ് ഫോർ ലോങ്സ്റ്റ് ടൈം, യൂസ്ഡ് ഫോർ ദ ലോങ്സ്റ്റ് ടൈം ഇൻ ഫീച്ചേഴ്സ്. ഇതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റൻ ഒക്കെ വരാറുണ്ട്. ഓക്കെ, ഇനി FIF എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് വന്ന പേജ് എന്ത് ചെയ്യും? റിമൂവ് ആയിട്ട് അടുത്ത പേജ് അലോക്കേറ്റ്. അതായത് മെമ്മറിയുടെ ഫുള്ള് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന പേജിന് നമുക്ക് അതിന്റെ ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അൽഗോരിതം പ്രോബ്ലം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ FIF റീപ്ലേസ് ദ പേജ് വാസ് ലോഡഡ് ഫസ്റ്റ് ഇൻ ടു ദ മെമ്മറി. സിമ്പിൾ മെത്തേഡ് ബേസ്ഡ് ഓൺ അറേഞ്ച് ഓർഡർ. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കെ, ബാങ്കേഴ്സ് അൽഗോരിതം. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ടെക്നിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ബാങ്കേഴ്സ്, ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ബാങ്കേഴ്സ് അൽഗോരിതം യൂസ്ഡ് ഫോർ ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, ഡെഡ്ലോക്ക് പ്രിവെൻഷൻ, റിക്കവറിംഗ്. എന്താണ് ഈ ഡെഡ്ലോക്ക്? എന്താണ്? നമ്മൾ ഹാങ് ആകുക എന്നൊക്കെ പറയാറില്ല. ഡെഡ്ലോക്ക്, ഹാങ് ആകുക, എല്ലാ പ്രോസസ്സും കൂടി CPU അല്ലെങ്കിൽ ഇപ്പൊ സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? എല്ലാം കൂടി ബ്ലോക്ക് ആവും. ദാറ്റ് ഈസ് ഡെഡ്ലോക്ക്. അതാണ് ഡെഡ്ലോക്ക്. അപ്പൊ ഈ ബാങ്കേഴ്സ് അൽഗോരിതം യൂസ്ഡ് ഫോർ ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, ഡെഡ്ലോക്ക് പ്രിവെൻഷൻ, റിക്കവറിംഗ് ഫ്രം ഡെഡ്ലോക്ക്, നൺ ഓഫ് ദ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ, ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആണ് കറക്റ്റ് ആൻസർ. അത് നോക്കി, എന്താണ് നോക്കി, ഇറ്റ് ചെക്ക് വെദർ ദ അലോക്കേറ്റിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയോ അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസോ, അതൊക്കെയാണ് റിസോഴ്സസ് എന്ന് പറയാം. റിസോഴ്സസ് ടു എ പ്രോസസ് വിൽ കീപ് ദ സിസ്റ്റം ഇൻ സേഫ് സ്റ്റേറ്റ്. സേഫ് സ്റ്റേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. കേട്ടോ, ദെൻ ദ റിസോഴ്സ് ആർ ഗിവൺ ഓൺലി ഇഫ് ദ സിസ്റ്റം ക്യാൻ സ്റ്റിൽ അവോയ്ഡ് ഡെഡ്ലോക്ക് ആഫ്റ്റർ അലോക്കേഷൻ. ഓക്കെ, അപ്പോൾ ബാങ്കേഴ്സ് അൽഗോരിതം ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, ഓർത്ത് വെച്ചേക്കുക. ബാങ്കേഴ്സ് അൽഗോരിതം ഈസ് യൂസ്ഡ് ഫോർ, അത് തന്നെയാണ് വീണ്ടും ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു, വീണ്ടും ചോദിച്ചു. ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ഓക്കെ, ദ അറ്റോമിക് ഓപ്പറേഷൻ പെർഫോംഡ് സെമാഫോഴ്സ്. നമുക്കറിയാം സെമാഫോഴ്സിനകത്ത് രണ്ട് സിഗ്നലേ ഉള്ളൂ, രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഏതൊക്കെ രണ്ടെണ്ണമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ദ അറ്റോമിക് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ സെമാഫോഴ്സ് ഏതാ? വെയിറ്റ് സിഗ്നൽ ഉണ്ട്, വെയിറ്റ് സ്റ്റോപ്പ് ഉണ്ട്, സിഗ്നൽ സ്റ്റോപ്പ് ഉണ്ട്, സിഗ്നൽ വേക്ക് ഉണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വെയിറ്റ് സിഗ്നൽ ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം സെമാഫോഴ്സിനകത്ത് രണ്ട് സിഗ്നലേ ഉള്ളൂ. ഒന്ന് സെമാഫോഴ്സ് യൂസ്ഡ് ടു അറ്റോമിക് ഓപ്പറേഷൻ, അപ്പൊ ഇതില് ഈ സെമാഫോഴ്സ് രണ്ട് ഓപ്പറേഷനേ ഉള്ളൂ. നമുക്കറിയാം എന്താണ് അറ്റോമിക് ഓപ്പറേഷൻ രണ്ടെണ്ണേ ഉള്ളൂ, വെയിറ്റും സിഗ്നലും. അപ്പൊ അതിൽ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഫസ്റ്റ്, ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ അല്ലെ? ഓപ്ഷൻ എ ആയിരുന്നു അതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, സെമാഫോഴ്സ് ആർ യൂസ്ഡ് ടു അറ്റോമിക് ഓപ്പറേഷൻ ടു കൺട്രോൾ ആക്സസ് ടു ഷെയർഡ് റിസോഴ്സസ്, വെയിറ്റ് ആൻഡ് സിഗ്നൽ. അപ്പൊ എന്താണ് ഈ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്ത് വെച്ചിരിക്കുക, ഡിഗ്രീസ് സെമാഫോഴ്സ് വാല്യൂ. വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സെമാഫോഴ്സ് വാല്യൂ ഡിഗ്രീസ് ചെയ്യുന്നതാണ് വെയിറ്റ്. ഇനി ഈ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ദ പ്രോസസ് ഈസ് ബ്ലോക്ക്ഡ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ, ചോദിക്കുന്നതാണ്. അപ്പൊ അത് വരുന്നതുകൊണ്ട് ഞാൻ അതിന്റെ നോട്ട് ആഡ് ചെയ്തതാണ്. ഡിഗ്രീസ് സെമാഫോഴ്സ് വാല്യൂ, ഇഫ് വാല്യൂ ലെസ് ദാൻ 0 പ്രോസസ് ഈസ് ബ്ലോക്ക്ഡ്. ഇനി സിഗ്നൽ എന്ന് പറയുമ്പോൾ സെമാഫോഴ്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതാണ് സിഗ്നൽ. വെയിറ്റ് മീൻസ് സെമാഫോഴ്സ് വാല്യൂ ഡിക്രീസ് ചെയ്യും, സിഗ്നൽ മീൻസ് ഇൻക്രീസ് ചെയ്യും. ദെൻ ഇഫ് എനി പ്രോസസ് ഈസ് വെയിറ്റിംഗ്, വൺ ഈസ് awaked. ഓക്കെ, ദെൻ ബാക്കി ഓപ്ഷൻ നോക്കി. ഈ വെയിറ്റും സ്റ്റോപ്പ് ഒരു ഓപ്ഷൻ ക്വസ്റ്റൻ അതിലുണ്ടായിരുന്നു, ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലെ? സ്റ്റോപ്പ് ഈസ് നോട്ട് എ സെമാഫോഴ്സ് ഓപ്പറേഷൻ ആണ്. സ്റ്റോപ്പ് ഇതിലെ ഓപ്പറേഷനേ അല്ല. അപ്പൊ വെയിറ്റ് സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ഓപ്പറേഷൻ ആണ്, ബട്ട് സ്റ്റോപ്പ് ഇതിലെ ഓപ്പറേഷൻ അല്ല. സിഗ്നലും സ്റ്റോപ്പും അതിനകത്തും സ്റ്റോപ്പ് ഓപ്പറേഷൻ അല്ല, സിഗ്നൽ ഓപ്പറേഷൻ ആണ്. സിഗ്നൽ ആൻഡ് വേക്ക് ഒക്കേഴ്സ് ഇന്റേർണലി, നോട്ട് സ്റ്റാൻഡേർഡ് സെമാഫോഴ്സ് ഓപ്പറേഷൻ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ
എ ആയിരുന്നു കറക്റ്റ് ആൻസർ അല്ലെ, വെയിറ്റും സിഗ്നലും ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഡ്യൂറിംഗ് കോൺടാക്ട് സ്വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ നീഡ് നോട്ട് ബി സേവ്ഡ്. നീഡ് നോട്ട് ബി സേവ്ഡ്. ഡ്യൂറിംഗ് കോൺടാക്ട് സ്വിച്ച് ദ ഫോളോയിങ് ഇൻഫർമേഷൻ നീഡ് നോട്ട് ബി സേവ്ഡ്. നീഡ് നോട്ട് ബി സേവ്ഡ്. പ്രോഗ്രാം കൗണ്ടർ, PC, ട്രാൻസ്ലേഷൻ, ലുക്ക് എഹെഡ് ബഫർ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഓൾ ഓഫ് ദി അബവ്. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്യൂറിംഗ് കോൺടാക്ട് സ്വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ നീഡ് നോട്ട് ബി സേവ്ഡ്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു. അതായത് ട്രാൻസ്ലേഷൻ, ലുക്ക് എഹെഡ് ബഫർ എന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതെന്താണെന്ന് ഡ്യൂറിംഗ് എ കോൺടാക്ട് സ്വിച്ച് ദ OS മസ്റ്റ് സേവ് ദ പ്രോസസ് സ്റ്റേറ്റ്. പ്രോസസ് സ്റ്റേറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, റെഡി, റണ്ണ്, എന്തുണ്ട്, സ്റ്റോപ്പ്, ടെർമിനേറ്റ്, ഇങ്ങനെ വരുന്നതാണ് പ്രോസസ് സ്റ്റേറ്റ്. അപ്പോൾ സേവ് ദ പ്രോസസ് സ്റ്റേറ്റ് സോ ദ പ്രോസസ് ക്യാൻ റിസീവ് ലെറ്റേഴ്സ്. അപ്പോൾ ഇത് വരുന്നത് എവിടെയാണ്? ലുക്ക് എഹെഡ് ബഫറിലാണ് വരുന്നത്. ഇൻഫർമേഷൻസ് അല്ലെ, ട്രാൻസ്ലേഷൻ, ലുക്ക് എഹെഡ് ബഫർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ, sort. The sorting techniques in which the smallest element from unsorted sub is swapped in the element beginning unsorted. Data structureൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. സോർട്ട് ഉണ്ട്, ബബിൾ സോർട്ട്, ലീനിയർ അല്ലെ, സെലക്ഷൻ സോർട്ട്, ക്വിക്ക് സോർട്ട്, മെറി സോർട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാത്തിനും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കും. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ, ദ സെലക്ഷൻ സോർട്ടിംഗ് ടെക്നിക്. ഇത് ഏത് സോർട്ടിംഗ് ടെക്നിക്? ഇൻ വിച്ച് ദ സ്മാളസ്റ്റ് എലമെന്റ് ഫ്രം ദ അൺസോർട്ടഡ് സബ് ലിസ്റ്റ് swapped with the element at the beginning of the unsorted sublist. സെലക്ഷൻ സോർട്ട് ഉണ്ടായിരുന്നു ഓപ്ഷനിൽ, ഇൻസെർഷൻ സോർട്ട് ഉണ്ട്, ക്വിക്ക് സോർട്ട് ഉണ്ട്, ബബിൾ സോർട്ട് ഉണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, സെലക്ഷൻ സോർട്ടാ. ഏതാണോ സ്മാളസ്റ്റ് ഒന്ന് നോക്കി സോർട്ട് ചെയ്യും. സെലക്ഷൻ സോർട്ട് ആയിരുന്നു ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ, സെലക്ഷൻ സോർട്ടാണ്. ഇനി നോക്കി, ഈ സെലക്ഷൻ സോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് അത് ഫൈൻഡ് ചെയ്യുന്ന സ്മാളസ്റ്റ് എലമെന്റ് ഫ്രം അൺസോർട്ടഡ് പാർട്ട് ഓഫ് ദി ലിസ്റ്റ്. അൺസോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിൽ നിന്ന് ഏറ്റവും സ്മാളസ്റ്റ് എലമെന്റ് ഐഡന്റിഫൈ എന്നിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? സ്വാപ്പ് ചെയ്യുന്നത്. ഓക്കെ, സ്വാപ്ഡ് ഇറ്റ് വിത്ത് ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദി അൺസോർട്ടഡ് സബ്ലിസ്റ്റ്. ദെൻ ദ മൂവിംഗ് ദ ബൗണ്ടറി ഓഫ് ദ സോർട്ടഡ് പാർട്ട് വൺ പൊസിഷൻ ബൈ വൺ പൊസിഷൻ മൂവിങ്. ഇനി ബാക്കി ഓപ്ഷനിനകത്ത് വരുന്നത് ഇൻസർഷൻ സോർട്ട് ഉണ്ടായിരുന്നു. ഇൻസർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസർഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പൊസിഷൻ ആയിരിക്കണം. ഇൻസർഷൻ എലമെന്റ് ഇൻറ്റു കറക്റ്റ് പൊസിഷൻ, നോ സെലക്ഷൻ ടു സ്മാളസ്റ്റ് അല്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്ഷൻ അതല്ല, ഇൻസർഷൻ സോർട്ട് അല്ല. ഇനി ക്വിക്ക് സോർട്ട് ആണോ? അല്ല. ക്വിക്ക് സോർട്ട് യൂസ് ചെയ്യും നമുക്കറിയാം, ഡിവൈഡ് ആൻഡ് കോൺക്യൂർ ആണ്. ഡിവൈഡ് ചെയ്ത് അല്ലെ, മെർജ് ചെയ്ത് കോൺക്യൂർ, ലാസ്റ്റ് ഡിവൈഡ്, ദെൻ എന്ത് ചെയ്ത് കോൺക്യൂർ, ലാസ്റ്റ് അത് മെർജ് ചെയ്യും. അതായത് ഡിവൈഡ് ആൻഡ് കോൺക്യൂർ കോൺസെപ്റ്റാണ് ക്വിക്ക് സോർട്ട് വരിക. പൈവറ്റ് വാല്യൂ ഒക്കെ നോക്കി, പൈവറ്റ് വാല്യൂയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെർച്ച് ചെയ്യേണ്ട എലമെന്റ് പൈവട്ടുമായിട്ട് മാച്ച് ആണോ നോക്കും. ഇനി പൈവട്ടിനെക്കാളും എലമെന്റ് സ്മാളസ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. ഇനി അതിനെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ചെക്ക് ചെയ്യുക. ഇതെപ്പോഴും ഓർക്കേണ്ടത്, ക്വിക്ക് സോർട്ട് സോർട്ടഡ് ലിസ്റ്റിലേക്ക് ക്വിക്ക് സോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ പൈവറ്റ് വാല്യൂക്കാളും സ്മാളർ വാല്യൂ ആണെങ്കിൽ സെർച്ച് ചെയ്യേണ്ട കീ എങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം, ഗ്രേറ്റർ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോവുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട് സോർട്ടഡ് ലിസ്റ്റ് എലമെന്റ്സിൽ മാത്രമേ ക്വിക്ക് സോർട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ ബബിൾ സോർട്ട് അഡ്ജസന്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്ത് പോകും. അതായത് തൊട്ടടുത്തിരിക്കുന്ന എലമെന്റ് കമ്പയർ ചെയ്താണ് സ്വാപ്പ് ചെയ്ത് പോകുന്നത്. ലീനിയറാണ്. ഓക്കെ, ലീനിയർ ആണ് ബബിൾ സോർട്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത് ഈ സ്മാളസ്റ്റ് എലമെന്റ് ഫ്രം ദ അൺസോർട്ടഡ് ലിസ്റ്റ്. അപ്പോൾ അത് സെലക്ഷൻ സോർട്ടാണ്, സ്മാളസ്റ്റ് എലമെന്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഡാറ്റ സ്ട്രക്ചർ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ സ്റ്റാക്ക് ഈസ് ഇംപ്ലിമെന്റഡ് വിത്ത് എൻ അറേ സൈസ് ഇഫ് ദ അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0. നമുക്ക് അറേ ഈസ് എൻ സീക്വൻഷ്യൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അത് ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0 ആണ് അല്ലേ. ദ സ്റ്റാക്ക് അണ്ടർഫ്ലോ ക്യാൻ ബി ഐഡന്റിഫൈഡ് യൂസിങ് ദ കണ്ടീഷൻ. നമുക്കറിയാം അണ്ടർഫ്ലോ ഉണ്ട്, ഓവർഫ്ലോ ഉണ്ട്. ഓവർഫ്ലോയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അണ്ടർഫ്ലോ ഉണ്ട്, ഓവർഫ്ലോ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അണ്ടർഫ്ലോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതാ കണ്ടീഷൻ? ടോപ്പ് ഇസ് ഈക്വൽ ടു സൈസ് ആണോ, ടോപ്പ് ഇസ് ഈക്വൽ ടു സൈസ് -1 ആണെന്നോ, ടോപ്പ് ഈസ് ഈക്വൽ ടു -1? ഇവിടെ കറക്റ്റ് ആൻസർ ആയിരുന്നു ഏതാണ്? ഓപ്ഷൻ ഡി ആയിരുന്നു. അതായത് ടോപ്പ് ഇസ് ഈക്വൽ ടു -1 ആണ് അണ്ടർഫ്ലോയെ നമ്മൾ മെൻഷൻ ചെയ്യുക കേട്ടോ, അണ്ടർഫ്ലോ. ഓവർഫ്ലോ ആയിരുന്നെങ്കിൽ ടോപ്പ് സൈസ് ഈക്വൽ അടപ്പുണ്ട്. ഓവർഫ്ലോയും പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഓവർഫ്ലോ ചിലപ്പോൾ ചോദിക്കാം. ടോപ്പ് ഇസ് ഈക്വൽ ടു സൈസ് -1 ആണെങ്കിൽ എന്താണത്? ഓവർഫ്ലോ ആണ്. ഒന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഫുള്ളാണ്, സ്റ്റാക്ക് ഫുള്ള്. മറ്റേത് എന്താ ചോദിച്ചാൽ സ്റ്റാക്ക് എം ഡി അല്ലേ, സ്റ്റാക്ക് എം ഡി. ഓക്കെ, അണ്ടർഫ്ലോ അല്ലെ. അതായത് ടോപ്പ് ഇസ് ഈക്വൽ ടു -1, ദാറ്റ് മീൻസ് അണ്ടർഫ്ലോ. ഓക്കെ, ദെൻ ഇതിനകത്ത് ഒരു 3 കണ്ടീഷൻസ് ഉണ്ട് നോക്കി.
ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന 3 കണ്ടീഷൻസ്, ഇതൊക്കെ മാറി മാറി ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ സ്റ്റാക്ക് ഇനിഷ്യലി എം ടി എന്ന് പറയുന്നത്, എം ടി ആണെങ്കിൽ സ്റ്റാക്ക് ഈക്വൽ ടു -1, അത് ഓർത്ത് വെച്ചേക്കുക. അത് വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ 3നും കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റാക്ക് ഈക്വൽ, ഈ ടോപ്പ് ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത് ഈ സ്റ്റാക്കിനെ നമ്മൾ എന്ത് എം ടി ആക്കി വെക്കുക. സ്റ്റാക്കിനെ എം ടി ആക്കി വെക്കുക, നോ എലമെന്റ്. ഇനി സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ടോപ്പ് ഈസ് ഈക്വൽ ടു -1. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് സ്റ്റാക്ക് ഫുൾ എന്ന് പറയുമ്പോഴത്തേക്ക് ടോപ്പ് ഈക്വൽ ടു സൈസ് -1. ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഈ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് എമംഗ് ദ ഫോളോയിങ് ലിങ്ക്ഡ് ലിസ്റ്റ് സഫർ ഫ്രം ദ പ്രോബ്ലം ഓഫ് ഇൻഫൈനൈറ്റ് ട്രാവേഴ്സൽ? സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റിൽ വിത്ത് ഹെഡർ നോഡ് ഉണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഇൻഫൈനൈറ്റ് ട്രാവേഴ്സൽ, പ്രോബ്ലം ഓഫ് ഇൻഫൈനൈറ്റ് ട്രാവേഴ്സ് വരുന്നത് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അപ്പൊ നോക്കി, ഈ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ ദ ലാസ്റ്റ് നോഡ് പോയിന്റ് ടു ദ ബാക്ക് ടു ദ ഫസ്റ്റ് നോഡ്. അറിയാലോ, ഇത് ഇങ്ങനെ ഇരിക്കും അല്ലെ? സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് നോഡാണ്, ഇതൊരു നോഡാണ്. ഇതിനെന്തുണ്ടാവും? 3 പാർട്ട് ഉണ്ടാവും അല്ലെ? ഇതെന്താണ്? നെക്സ്റ്റ് പ്രീവിയസിന്റെ പോയിന്റ്, ഇത് നെക്സ്റ്റിന്റെ പോയിന്റ്, ഇത് ഡാറ്റയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കും ഒരു നോഡ് ആവുമ്പോൾ, ലിങ്ക്ഡ് ലിസ്റ്റ് നോഡ്. അപ്പോൾ ഈ ലാസ്റ്റ് നോഡ് പോയിന്റ് ടു ദ ഫസ്റ്റ് നോഡ്. അത് ഇവിടെ ലാസ്റ്റ് നോഡ് ഇരിക്കുന്നെങ്കിൽ, ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇത് ഫസ്റ്റ് നോഡാണ്. ഫസ്റ്റ് നോഡ് പോയിന്റ് ടു ദ ലാസ്റ്റ് നോഡ്. ഓക്കെ, ഇനി ഇൻഫൈനൈറ്റ് ട്രാവേഴ്സൽ ഹാപ്പൻ, ദർ ഇസ് നോ നൾ പോയിന്റ് ടു ഇൻഡിക്കേറ്റ് ദ എൻഡ് ഓഫ് ദി ലിസ്റ്റ്. എൻഡ് ഓഫ് ദി ലിസ്റ്റ് നോ നൾ പോയിന്റർ ആണ്. അപ്പോൾ ഇത്ത ട്രാവേഴ്സൽ ലോജിക് ഈസ് ഇൻകറക്റ്റ് ആണ്. ഇത്ത ട്രാവേഴ്സൽ ലോജിക് ഈസ് ഇൻകറക്റ്റ്. അതുകൊണ്ടാണ് പ്രോബ്ലം ഇൻഫൈനൈറ്റ് ട്രാവേഴ്സൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ അതർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, അതായത് എൻസ് വിത്ത് നള്ളാണ്. സോ ട്രാവേഴ്സൽ സ്റ്റോപ്പ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇരിക്കുന്ന ലിങ്ക് ലിസ്റ്റ് അറിയാലോ, ഇങ്ങനെ ഇരിക്കുന്ന ലിങ്ക് ലിസ്റ്റ് എന്നിരിക്കട്ടെ. ഇതിനകത്ത് ലാസ്റ്റ് ഇവിടെ ഇത് ലിങ്ക് ആണ്, ഈ ലിങ്ക് ഇവിടെ ഉണ്ട്, ഇവിടെ ലിങ്ക് ഉണ്ട്, ഇവിടെ അങ്ങോട്ട് ഇനി ലിങ്ക് ഇല്ല, ഇത് നള്ളാണ്. അതാണ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് കേട്ടോ. സിംഗിളി ലിങ്ക് ലിസ്റ്റ് അത് ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആവും. ഇനി ഡബിളി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരാൾ കൂടെ വരും, ഇത് ഒരാൾ കൂടെ വരും, ഇവിടെ ഒരാൾ കൂടെ വരും അല്ലെ, ഇങ്ങനെ വരും. ആൾസോ എൻസ് ദ നൾ ബോത്ത് എൻസ് ലീനിയർ. ഇവിടെയും ലിങ്ക് ഇങ്ങോട്ടില്ല എങ്കിൽ ഇവിടെയും നള്ളാണ്. ഇവിടെ ഡാറ്റ ഇരിപ്പുണ്ട്, ഇത് നെക്സ്റ്റ് ലിങ്ക്, ഇവിടെ എന്തുണ്ട്? പ്രീവിയസ് ലിങ്ക് ഉണ്ട്, ഡാറ്റ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? നെക്സ്റ്റ് ലിങ്ക് ഉണ്ട്, ഇത് പ്രീവിയസ് ലിങ്ക് ഉണ്ട്, ഡാറ്റ ഉണ്ട്, ലാസ്റ്റ് നള്ളായിരിക്കും. അപ്പൊ ഇവിടെ ഒരു നള്ളുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ നള്ളുണ്ട്, 2 പൊസിഷനിൽ നള്ള് വരും. ഇത് ഡബിൾ. പക്ഷെ ദെൻ ലിങ്ക്ഡ് ലിസ്റ്റ് വിത്ത് ഹെഡർ നോഡ് ആണെങ്കിൽ സ്റ്റിൽ ഹാസ് നൾ എൻഡ് പോയിന്റർ ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആയിരുന്നു കറക്റ്റ് ആൻസർ കേട്ടോ. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,